ഈ പെൻസിലും സ്കെയിലൊക്കെ പിടിച്ചിരിക്കുന്നത് ഒരു പിക്സൽ ആർട്ട് ചെയ്യാനുള്ള കൊതി കൊണ്ടാണ്. വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹം ഇതൊന്ന് ചെയ്ത് നോക്കണം എന്നുള്ളത്. ഇതുവരെയായിട്ട് ഞാൻ ഈ പിക്സൽ ആർട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പോലും ഇല്ല. അപ്പോൾ സിമ്പിളായ ഒരു ഐറ്റത്തിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ച് ഈ ബോ സെലക്ട് ചെയ്തത്. പിൻട്രസ്റ്റ് തപ്പി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റെഫറൻസ് നോക്കിയിട്ടാണ് ഈ ചെയ്ത് നോക്കുന്നത്. ഞാനിപ്പോൾ എന്തായാലും ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല, കാരണം ബോ ചെയ്യുന്നത് അത്യാവശ്യം കുറേ യൂട്യൂബേഴ്സ് അവരുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളത്. പിന്നെ പോരാത്തിന് പിൻട്രസ്റ്റിൽ നോക്കിയാൽ ഇഷ്ടം പോലെ റെഫറൻസ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ വരയ്ക്കാനും കളർ ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാമെന്നേ. ഇതിന് പ്രത്യേകിച്ച് ചിത്രം വരയ്ക്കാൻ അറിയണമെന്നൊന്നുമില്ല, കാരണം ഇത് പോയിൻ്റെല്ലാം അടയാളപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഈ കളർ ചെയ്യുമ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഈ കളർ ചെയ്യുന്ന ഭാഗത്തെ ലെൻസൊക്കെ മായ്ച്ച് കളയാണ്ട് മറന്നുപോയി. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതൊക്കെ ഇറേസ് ചെയ്തിട്ട് ഇതുപോലെ ആക്കി എടുത്തു. പക്ഷേ നമ്മൾ മൊത്തത്തിൽ റെഡ് അടിച്ച് കൊടുത്തു കേട്ടോ. ഇതുപോലെ ഈ ഒരു ഒറ്റ വർക്കിൽ ഞാൻ ഇതിൻ്റെ ഫാനായിട്ടോ. എനിക്കിത് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. ഇത് ഫുൾ കളറെല്ലാം ചെയ്ത് കൊടുത്തതിന് ശേഷം കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര അടിപൊളിയാണ്. എനിക്കിതുപോലത്തെ കുറച്ച് ഐറ്റം ചെയ്തിട്ട് നമുക്ക് വാളിലെല്ലാം ഒട്ടിച്ച് ഡെക്കറേറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തത് എന്ത് ഐറ്റം ചെയ്യണമെന്ന് നിങ്ങളും കൂടി ഒന്ന് പറയണേ. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇത് ഞാനൊന്ന് വെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ.